chairman, board of directors, other executive directors, my clients, contractors, landowners, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 2006 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 600 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഓഫീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്റ്റാഫ്, ഒരു ജോയി അങ്കിള്, ഞാൻ. 2006 ഓഗസ്റ്റ് 1 കേരളത്തിലെ ആദ്യ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അന്ന് തന്നെ ഫസ്റ്റ് പ്രോജക്റ്റും ലോഞ്ച് ചെയ്തു. ഇതിനുശേഷം ബാംഗ്ലൂരിൽ നിന്ന് വന്ന എല്ലാ ഡയറക്ടേഴ്സും, അതുപോലെ തന്നെ റോയ് സാർ അന്ന് CMD ആയിരുന്നു. CMD ഒരു ബൊക്കയും തന്ന് 1 പാക്ക് വിസിറ്റിംഗ് കാർഡും തന്നിട്ട് പറഞ്ഞു, ഓൾ ഈസ് യുവേഴ്സ്. എന്നിട്ട് അവർ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി. ഞാൻ എൻ്റെ ഹിസ്റ്ററി പറയണമെങ്കിൽ 18 വയസ്സ് തൊട്ട് കടലിൽ ജോലി ചെയ്ത് 42 വയസ്സ് വരെ കടലിൽ 22 വർഷത്തോളം ഞാൻ ഷിപ്പിൽ ജോയിൻ ചെയ്തു. അവിടെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഇവിടെ വന്നിട്ട് എന്താണ് ഒരു ബ്രിക്കിൻ്റെ നീളവും വീതി അറിയാത്ത ആളാണ്. ഇവിടെ വന്നിട്ടൊരു വലിയൊരു കമ്പനിയുടെ ഇത് ഏറ്റെടുക്കുന്നു. അതിനിടയിൽ ഞാൻ ചെറിയൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ആദ്യം ഒന്ന് സ്ട്രഗിൾ ചെയ്തു. ഞാനിവിടെ ഒറ്റക്കാണ്. അവിടെ ബാംഗ്ലൂരാണെങ്കിൽ 4-5 ഡയറക്ടേഴ്സ്, അത് ഇത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. എന്താണ് VP, അങ്ങനെ കുറേ എണ്ണമൊക്കെ ഉണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊരൊറ്റ വിശ്വാസമേ ഉള്ളൂ, ഞാൻ സേവിക്കുന്ന ദൈവത്തിനൊന്നും അസാധ്യമായിട്ടൊന്നുമില്ല. അവനെന്നെ വഴി നടക്കും. അല്ലെ, ബൈബിളിലൊരു വേർഡുണ്ട്, ദി ലോർഡ് വാസ് വിത്ത് ജോസഫ് ആൻഡ് ഹി ഗേവ് ഹിം ഓൾ സക്സസ് ഇൻ എവറിത്തിങ് ഈസ് ഡൺ. ജോസഫിൻ്റെ കൂടെ ദൈവം നടന്നതിലും ജോസഫ് ചെയ്തതെല്ലാം ശുഭമായി തീർന്നു. ആ ഒരൊറ്റ വിശ്വാസമാണ്, ആ പ്രെയറാണ്, ഓഫ് കോഴ്സ് അൺവേവറിങ് സപ്പോർട്ട് ഓഫ് ഓൾ ചെയർമാൻ ആൻഡ് അതർ ഡയറക്ടേഴ്സ്. ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും, അതുപോലെ തന്നെ പ്രോജക്റ്റ് ഡയറക്ടേഴ്സ് ജോയ് തുളത്ത്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീത ഉല്ലാസ്, ഇവരുടെ എല്ലാം വളരെയധികം, എല്ലാ സ്റ്റാഫിൻ്റെയും വളരെയധികം കഠിന പ്രയത്നവും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം കൂടിയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ജേണി പോയിക്കൊണ്ടിരിക്കുന്നത്. പുറകിൽ വേറൊരു ചരിത്രമുണ്ട്, ഒരു ചലഞ്ചിൻ്റെ ചരിത്രമുണ്ട്. ഞങ്ങൾ ഇവിടെ പറയേണ്ടതല്ല, എന്നാലും ഞാൻ പറയാം. ഞങ്ങൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഇതിനത് കാണിക്കും. ആദ്യത്തെ ആഡ് വന്നിരിക്കുന്നത് കാണിക്കും. അതിട്ട് ഇവിടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനാണല്ലോ എൻ്റെ ഹെല്ലമിലിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെയുള്ള മറ്റുള്ള ബിൽഡേഴ്സ്, സോറി കേട്ടോ, മറ്റുള്ള ക്രെഡായ് എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ, ബിൽഡേഴ്സ് അസോസിയേഷൻ അല്ലേ, അന്ന് അവർ വേറെ എന്തൊക്കെയായിരുന്നു, ദിസ് ഈസ് ഓൾ മഷ്റൂം കമ്പനീസ്, ദേ ഗ്രോ ഇൻ ദ ഡാർക്ക് ആൻഡ് ഡൈ ഇൻ ദ സൺ ഓൾസോ. ഇതൊക്കെ ഇപ്പം തന്നെ പോകും. അതാണ് എല്ലാവർക്കും അവരുടേതായ സ്ട്രാറ്റജി ഉണ്ടല്ലോ. ഞാൻ ഈ സാധനം വിൽക്കണമെങ്കിൽ ഞാൻ പല രീതിയിൽ വിൽക്കും, അതല്ലല്ലോ എൻ്റെ കാര്യം. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാതെ തീർന്നു, ഓക്കെ ഫൈൻ. അന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ മഷ്റൂം കമ്പനി, ടു ബി ഫ്രാങ്ക്, അന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ കമ്പനീനെ നമ്പർ 1 ആക്കി കേരളത്തിൽ കൊണ്ടുവരണമെന്ന്. എൻ്റെ വാശിയൊന്നുമില്ല, പക്ഷെ എൻ്റെ ഇതുമല്ല, പക്ഷെ എല്ലാത്തിനും ഒരു ടാർഗറ്റ് ഉണ്ടാവും. നമുക്കൊരു ടാർഗറ്റ്, ഈ ടാർഗറ്റ് ഓൺലി യു ക്യാൻ ബ്രിങ് ദ തിങ്സ് അപ്പ്. അപ്പോൾ ഈ ടാർഗറ്റ് വെച്ച് ഞാൻ വർക്ക് ചെയ്തു. എനിക്ക് വന്നൊരു 4-5 വർഷത്തിന് മുമ്പ് ഇവരെല്ലാം വെട്ടി മേളിൽ കയറിയിരുന്നു. ഇന്നത്തെ ആഡുകളുണ്ട്, ആഡുകളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇന്ത്യയിൽ തന്നെ ഒരു അതോറിറ്റിയാണ് റേറ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ. അതിലുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റേറൽ രജിസ്റ്റർ ചെയ്ത പ്രോജക്റ്റ്, അതായത് 19 പോകുന്നത് ഇവിടെ ഇംപ്ലിമെൻ്റ് 19
കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി പ്ലസ്. കമ്പനി ലോഞ്ച് ചെയ്യലല്ല എൻ്റെ മെയിൻ കാര്യം, ഹാൻഡ് ഓവർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ കേരളത്തിൽ റെയറായിട്ട് രജിസ്റ്റർ ചെയ്ത പ്രോജക്റ്റുകളിൽ കമ്പനികളിൽ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്തത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ആഡിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ദ ഹിസ്റ്ററി റെയർ റെക്കോർഡ്സ് ഫാക്ട് ചെക്കിങ്. അത് റെയറക്കാർ തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവർക്കൊന്നും അതിന്, കാരണം അതിനകത്ത് ഒരു തൊങ്ങല് പോലും ഇടാൻ പറ്റില്ലൊന്നും. അങ്ങനെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ യൂണിറ്റ് യൂണിറ്റ് ഹാൻഡ് ഓവർ ചെയ്തതും പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്തതും ഏറ്റവും കൂടുതൽ ഏരിയ ഹാൻഡ് ഓവർ ചെയ്തതും കോൺഫിഡൻസ്. ദാറ്റ് മീൻസ് നമ്മൾ ലോഞ്ചിങ് മാത്രമല്ല ഹാൻഡ് ഓവർ ചെയ്യും. ഇങ്ങനെയുള്ള എല്ലാ റെക്കോർഡുകളും നമ്മളെടുത്തു. ഈ റെക്കോർഡുകളൊക്കെ എനിക്ക് എടുക്കാൻ പറ്റില്ല. കോൺഫിഡൻസ് ഗ്രൂപ്പിന് ഞാനിതിന് പറയുമ്പോൾ എനിക്ക് ഇതൊക്കെ പറയും, അത് അതുകൊണ്ട് പറയുന്നത് എല്ലാവരും കൂടിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ട് അതിനകത്ത്, ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഉണ്ട്. ഇവിടെ എല്ലാം പ്രാർത്ഥനയും സ്നേഹവും കൊണ്ട് മാത്രമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ ദൈവത്തോടാണ്, എൻ്റെ കർത്താവിനോടാണ് എനിക്ക് നന്ദി പറയുന്നത്. ബിക്കോസ് ഹി ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് ഷീൽഡ് ആൻഡ് റെഫ്യൂജ് ആൻഡ് ഹീ. സോ അതാണ്. അല്ലാതെ ഞാൻ ഒരു കപ്പലിൽ നിന്ന് വന്ന ആൾക്ക് ഇതുപോലൊരു കാര്യം, ഇത്രയും വലിയ ഒരു കമ്പനി, ഞാൻ ഒറ്റയ്ക്കല്ല, ധാരാളം ആൾക്കാരുണ്ട്, ഇതെല്ലാം നടത്താൻ സാധിച്ചത് ആ ഒരൊറ്റ കൃപ കൊണ്ട് മാത്രമേ. നിങ്ങൾക്കില്ലാത്ത ആൾക്കാരോട് ഞാൻ പറയാം, ഞാൻ വെളുപ്പിന് 4:30 മണി തൊട്ട് പ്രാർത്ഥന പോകും, 6 മണി വരെ പ്രാർത്ഥിക്കും. അത് എനിക്ക് കാശ് കിട്ടണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി, കമ്പനിക്ക് വേണ്ടി, ഈവൻ ഒരു പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടി വരുന്ന പ്രാർത്ഥന. ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതത്തിലൂടെയാണ് എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തുക. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല.